കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. വിജിലിനെ കുഴിച്ചുമൂടി 8-ാം മാസം കുഴി തുറന്ന് അസ്ഥികൾ പുറത്തെടുത്തുവെന്ന് പ്രതികൾ. അസ്ഥികൾ കടലിൽ ഒഴുക്കിയെന്നും പ്രതികളുടെ മൊഴി. അതേസമയം പുറത്തുവന്ന പ്രതികളുടെ മൊഴികൾ വിശ്വാസയോഗ്യമല്ല എന്ന് കുടുംബം വ്യക്തമാക്കി. ഇപ്പോൾ പിടിയിലായ വിജിലിന്റെ അടുത്ത സുഹൃത്തുക്കൾ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും വിജിലിന്റെ പിതാവ് വിജയൻ പറഞ്ഞു. മറ്റു സുഹൃത്തുക്കൾ ഒന്നിച്ച് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചവരാണ് രണ്ടാളും. ഇവർ 3 പേരും ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചാണ് SLC വരെ. പിന്നെ അവിടുന്ന് പിന്നെ മാറിയാണ്. അപ്പോൾ അന്നേ ഇവർ സുഹൃത്തുക്കളായിട്ട് നീങ്ങാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കുക, പോവുക, വരിക, ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഇവർ ഇങ്ങനെ ഇതിൽ എത്തിപ്പെട്ടെന്ന് പല വിചാരിച്ചോ. ഇപ്പം ഇവർ 3 പേര് ഒരുത്തിൽ നിന്നിട്ട് ലഹരി കഴിച്ചാൽ അവർ 2 പേരും അങ്ങനെ കഴിച്ചിലായി പോയി. ഇത് മാത്രം എന്താണ് കിടന്നത് എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്ത് വരണം. ഇവർ പറയുന്നത് 2 മണിക്കൂർ, ചിലർക്ക് 4 മണിക്കൂർ, ചിലർക്ക് 6 മണിക്കൂർ ഇങ്ങനെയൊക്കെ വരും പോലെ. അപ്പോൾ ഇവർ പറയുന്നത് വെള്ളി എഴുന്നേറ്റ് വെക്കുന്നേരം ഇപ്പം കിടക്കുകയാണ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എണീറ്റ് പോയിക്കോളുന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ പിന്നെയും വന്ന് നോക്കിയെന്ന് പറയുന്നത്. അന്നപ്പോൾ എന്തോ ഒരു സംഭവം ഇല്ലാതെ പിന്നെ ഒരു വന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ നിന്നുമ്പോൾ മനസ്സിലാകുന്നില്ലേ? അന്നപ്പോൾ ഞാൻ പറയുന്നതാണ്, ആരായാലും എന്തിനാണെങ്കിലും നമ്മളെ വെളിച്ചത്ത് കൊണ്ടുവരിക. മൃതദേഹം കണ്ടെടുക്കാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ദിൽഷ തിലകൻ ചേരുന്നു വിവരങ്ങളുമായി. ദിൽഷ, ഈ വിജിൽ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഓരോ ദിവസവും ഓരോ നിർണായകമായിട്ടുള്ള മൊഴികൾ തന്നെയാണ് പ്രതികളിൽ നിന്ന് ലഭിക്കുന്നത്. അവിശ്വസനീയമായ രീതിയിലുള്ള ഞെട്ടിക്കുന്ന മൊഴികളാണ് പ്രതികളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രതികൾ പോലീസിന് നൽകിയ ഒരു മൊഴി അനുസരിച്ച്, അതായത് 2019 മാർച്ചിലാണ് സംഭവം നടക്കുന്നത്. മാർച്ച് 24-ന് അന്ന് പ്രതികൾ ഒരുമിച്ചിരുന്ന് അമിതമായ രീതിയിൽ ലഹരി ഉപയോഗിക്കുകയും ബോധരഹിതനായ വിജിലിനെ ആ സ്ഥലത്ത് ഉപേക്ഷിച്ച്, അതായത് കോഴിക്കോട് സരോവരം പാർക്കിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഉപേക്ഷിച്ച് പ്രതികൾ അവിടുന്ന് പോവുകയുമായിരുന്നു. 2 ദിവസത്തിന് ശേഷം വന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നത് കാണുന്നു. ഉടനെ തന്നെ ശരീരത്തിൽ വലിയൊരു കരിങ്കല്ല് കെട്ടിയിട്ട് ചതുപ്പിൽ താഴ്ത്തുന്നു. ഇങ്ങനെയാണ് പ്രതികൾ മൊഴി നൽകിയത്. ഇന്ന് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്തെന്നാൽ, അതായത് ഈ സംഭവം നടന്ന ഏകദേശം കൃത്യം 8 മാസങ്ങൾക്ക് ശേഷം ഈ പ്രതികൾ 3 പേരും സ്ഥലത്തെത്തുന്നു. വിജിലിന്റെ അസ്ഥികൾ ശേഖരിച്ച് അറബിക്കടലിൽ കളയുന്നു, അതായത് സംസ്കാര ക്രിയകൾ നടത്തുന്നു, അറബിക്കടലിൽ ഒഴുക്കിക്കളഞ്ഞു എന്നുള്ള മൊഴിയാണ് ഇന്ന് പോലീസിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, വിജിലിന്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ബൈക്കും കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപം ഉപേക്ഷിച്ചതായിട്ടും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് എന്തായാലും ഈ ഒരു മൊഴി കാര്യമായി എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ഇനിയും ഇവരെ ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്തിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവരെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അതുപോലെ തന്നെ കൃത്യം നടന്ന കോഴിക്കോട് സരോവരത്തും മണ്ണ് നീക്കി മൃതദേഹം പുറത്തടക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. ഇതിൽ കുടുംബം പറയുന്ന ഒരു കാര്യം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.